എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം വീണ്ടും വായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 7:14. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസവും ഈ വേദഭാഗം നമ്മൾ വായിച്ചതാണ്. എങ്കിലും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സമൂഹത്തിൻ്റെ സാക്ഷ്യവും പ്രത്യേകതയും ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് നൽകുന്ന സൂചനകളുമൊക്കെ വീണ്ടും ശ്രദ്ധിക്കേണ്ടതുള്ളതുകൊണ്ട് അതേ ഭാഗം തിരഞ്ഞെടുത്തു എന്ന് മാത്രം. ഇവിടെ പ്രധാനമായ ആശയങ്ങൾ, ഒന്ന്, യാഗം നിരസിക്കുന്നു എന്നതാണ്. വേർപെട്ടുപോയ ദൈവ മനുഷ്യ ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള മുഖാന്തരമായി സംവിധാനം ചെയ്തതാണ് പഴയ നിയമ യാഗങ്ങൾ. അത് ദൈവത്തെ മനുഷ്യനോട് നിരപ്പിക്കുന്ന ആരാധനാ രീതിയായിട്ടാണ് ഉദ്ദേശിക്കപ്പെട്ടത്. ക്രിസ്തുവിൻ്റെ യാഗമെന്ന് പറയുമ്പോൾ ഇതാണ് അർത്ഥമാക്കുന്നത്. ക്രൂശിലെ യാഗം ഒരു പാപിയായ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഒരു ചിന്ത ഭൂതകാലത്തിന്മേലുള്ള ക്രിസ്തുവിൻ്റെ സ്വാധീനമാണ്. ഭൂതകാലത്തെ പാപങ്ങളുടെ മോചനവും പാപദാസ്യത്തിൽ നിന്നുള്ള വിടുതലും പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനവും യേശു ക്രിസ്തുവിൻ്റെ യാഗത്താൽ സാധ്യമായിരിക്കുന്നു. 3, വർത്തമാനകാലത്തിന്മേലുള്ള ക്രിസ്തുവിൻ്റെ സ്വാധീനം. യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യർക്ക് സമാധാനം നൽകുന്നു, ദൈവവുമായി പുതിയ ബന്ധത്തിൽ പ്രവേശിക്കുന്നു. ഈ ആയുസ്സിൽ തന്നെ ദൈവവുമായി ഉറ്റ ബന്ധം സാധ്യമാക്കുന്നു. ഭയം ഇല്ല, കാരണം ഭയമെല്ലാം മാറിപ്പോയി. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശൃംഖല സ്നേഹം മാത്രമാണ്. 4-മത്തെ ഒരു ചിന്ത, പാപികളുടെ മേൽ ക്രിസ്തുവിനുള്ള സ്വാധീനം. ക്രിസ്തുവിൻ്റെ യാഗം തിന്മയുടെ ശക്തികളിന്മേൽ ജയം പ്രാപിച്ച് ജീവനുള്ള ദൈവത്തെ നീതിയിൽ സേവിപ്പാൻ മനുഷ്യന് പ്രാപ്തി നൽകുന്നു. അങ്ങനെ ഭാവിയിൽ ഒരു പുതിയ സൃഷ്ടിയുടെ പുതിയ ജീവൻ്റെ അറിയിപ്പ് സാധ്യമാക്കുന്നു. അപ്രകാരം ക്രിസ്തുവിൻ്റെ ജീവനും പ്രവൃത്തിയും അതിൻ്റെ ആകത്തുകയിൽ പരിഗണിക്കുമ്പോൾ അത് ഭൂത വർത്തമാന ഭാവി കാലങ്ങളിൽ മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഭൂതകാല പാവങ്ങളുടെ മോചനം, വർത്തമാനകാലത്തെ നിരപ്പും സമാധാനവും, ഭാവി കാലത്തെ പുതിയ ജീവിതം. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ച വിശുദ്ധന്മാരെ കുറിച്ചാണ് ഇവിടെ കൂടുതൽ ശ്രദ്ധേയമായി കാണുന്നത്. വെള്ളവസ്ത്രം 2 കാര്യങ്ങളെ കുറിക്കുന്നു: വിശുദ്ധിയും വിജയവും. പാപത്തിൽ നിന്നുള്ള വെടിപ്പ് അല്ലെങ്കിൽ വിശുദ്ധി, ദുഷ്ടശക്തിയിന്മേലുള്ള വിജയം. അങ്കികൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ കഴുകി വെളുപ്പിച്ചുവെന്നോ കുഞ്ഞാടിൻ്റെ രക്തം വിലയായി കൊടുത്ത് കഴുകി വെളുപ്പിച്ചുവെന്നോ പരിഭാഷപ്പെടുത്താവുന്നതാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് പൂർണ്ണമായ അർത്ഥം കണ്ടെത്താനും നമുക്ക് സാധിക്കും. ക്രിസ്തീയ കീർത്തനങ്ങളിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്: കുഞ്ഞാടിൻ വിലയേറിയ രുധിരത്തിൻ ശക്തി വീണ്ടുകൊള്ളും ദൈവസഭ ആകെ വിശേഷമായി. കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ ഗണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആത്യന്തികമായ ഒരു യാഥാർത്ഥ്യതയാണ്. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം, അവർക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്ന വെള്ള നിലയെങ്കിൽ അല്ലെങ്കിൽ വെള്ള വസ്ത്രം,
ജീവിതത്തെ പോരാടി ജയിച്ചവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. വിശ്വാസം കാത്ത് ഓട്ടം തികച്ച, പോരാടി ജയിച്ചവർക്ക് നൽകുന്ന പ്രതിഫലമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യജമാനൻ അറിയുമല്ലോ എന്ന് പറഞ്ഞതിന് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ എന്ന് പറഞ്ഞു. മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മറികടന്നവരാണ്. ഏത് ആപൽക്കരമായ ഘട്ടങ്ങളിലും വിശ്വാസത്തെ തള്ളിപ്പറയാത്തവർ എന്നാണ് അർത്ഥം. മരണകരമായ അനുഭവങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും ക്രിസ്തുവിശ്വാസത്തെ തള്ളിപ്പറയാതെ അതിൽ നിലനിന്ന ക്രിസ്തുവിൻ്റെ സാക്ഷികൾ. വസ്ത്രം രക്തത്തിൽ കഴുകിയാൽ അത് വെണ്മയാകുമോ എന്ന് ഒരു ചോദ്യം ചോദിക്കാം. ഇത് ആശ്ചര്യമായി എടുക്കാൻ ഉദ്ദേശിക്കുന്നതല്ല. വസ്ത്രത്തിൽ രക്തം പുരണ്ടാൽ അത് കറയാവും. കാളക്കിടാവിനെ കുരുതി കഴിച്ച് അതിൻ്റെ രക്തത്തിൽ പുതിയ വിശ്വാസിയെ കുളിപ്പിച്ച് നിത്യതയ്ക്കായി വീണ്ടും ജനിപ്പിക്കുന്ന നിഗൂഢ മതാചാരത്തിൻ്റെ പ്രതിരൂപം ഇവിടെ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ പ്രാചീന ലോകത്തിൽ ഇത് അറിയപ്പെട്ടിരുന്നു എന്നത് അനുസ്മരണീയമാണ്. ഏതായാലും സാഹിത്യ ചരിത്രത്തെക്കാൾ അത് ഉൾക്കൊള്ളുന്ന യാഥാർത്ഥ്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്താൽ നീതീകരണവും വിശുദ്ധീകരണവും വിജയ ജീവിതവും ലഭ്യമായിരിക്കുന്നു എന്നതാണ് സത്യം. ഈ ഭാഗത്ത് തെളിഞ്ഞു നിൽക്കുന്ന മറ്റൊരു ആശയം യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയെ അനുഭവമാക്കുന്നതിൽ വിശ്വാസി നിർവഹിക്കേണ്ട പങ്കാണ്. അനുഗ്രഹീതർ അവരുടെ അങ്കികളെ കഴുകി വെളുപ്പിച്ചവരാണ്. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതൽ രക്ഷയെ അവകാശമാക്കുവാൻ അനുസരണപൂർവം പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നൽകുന്ന കൃപാമുഖാന്തരങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ വിശ്വാസത്തോടും വിനയത്തോടും കൂടെ ശ്രമിക്കേണ്ടതാണ്. പ്രാർത്ഥനയും ദൈവവചനധ്യാനവും ആരാധനയും കൗദാശികമായ അനുഭവങ്ങളും വിശുദ്ധ സംസർഗവും എല്ലാം ഈ ദൃശ്യമുഖാന്തരങ്ങളായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തെ വെണ്മയാക്കാൻ നമുക്ക് വേണ്ടി നൽകിയ ക്രിസ്തുവിൻ്റെ രക്തം, അതിൻ്റെ വിലമതിക്കാനാവാത്ത സ്വാധീനം, അത് ഓർത്ത് ചിന്തിച്ച് രക്ഷാനിർണയത്തോടെ ജീവിപ്പാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഒരിക്കലായി പരമയാഗമായി ഞങ്ങൾക്ക് വേണ്ടി അങ്ങയെ അർപ്പിച്ചതിനെ ഞങ്ങൾ ഓർക്കുന്ന ദിവസങ്ങളാണല്ലോ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ ദൈവമാണ്. ഞങ്ങൾക്ക് കർത്താവേ, പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിടുതൽ നൽകി അങ്ങയോടുള്ള നിരപ്പ്, ദൈവത്തോടുള്ള നിരപ്പ് സാധ്യമാക്കി തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ദൈവം തമ്പുരാൻ്റെ കരുണയും കൃപയും ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ, ചെറുതും വലുതുമായ സകല ആവശ്യങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണ ഉള്ള ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ വഴികൾ അടഞ്ഞു പോകാതെ അവിടുന്ന് സൂക്ഷിക്കണമേ. ഞങ്ങളെ കരുതിക്കൊള്ളണമേ, കുറവുകൾ ക്ഷമിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുതൽ എല്ലാവരോടും കൂടെ ഇരുന്ന പുതിയ വർഷത്തിൽ പുതിയ അനുഭവങ്ങളെ നൽകി അവിടുന്ന് മാനിക്കണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കാവലും കരുണയും കൃപയും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.